വെൽക്കം ബാക്ക്. അങ്ങനെ ജോക്കർ മലയാളി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ UDF LDF ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ്. കുറേ നാളായിട്ട് കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് നാളെ ഒരു 8 മണിയോടുകൂടി പതുക്കെ നമ്മൾ അറിയാൻ തുടങ്ങും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് UDF കൊണ്ടുപോകേണ്ട മണ്ഡലമാണ്. LDF കയ്യിലാണെങ്കിൽ കൂടിയും അത് പി.വി. എൻവർ ഒരു കഴിഞ്ഞ 2 ഇലക്ഷനായിട്ട് നൈസായിട്ട് മറ്റേ വി പ്രകാശിൻ്റെ കയ്യിൽ നിന്നും ഹരിയാണ ഷൗക്കത്തിൻ്റെ കയ്യിൽ നിന്നും നൈസായിട്ട് എടുത്തത് കൊണ്ടുപോകുന്ന മണ്ഡലമാണ്. അത് പി.വി. എൻവറിൻ്റെ ഒരു വ്യക്തിപ്രഭാവം അവിടെ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. സോ LDF അത് എടുത്തു എങ്കിൽ പോലും പക്ഷെ അത് ഈ തവണ LDF പോകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ സ്വരാജ് വന്നപ്പോൾ ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസും അങ്ങോട്ട് മാറി. സിമ്പിളായിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ പോലും പി.വി. എൻവർ നൈസായിട്ട് കോൺഗ്രസിലേക്ക് മാറിയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് നിന്നിരുന്നെങ്കിൽ സ്വരാജ് വന്നാൽ പോലും നമുക്ക് പറയുന്നത് പി.വി. എൻവർ എന്നെ കൊണ്ടുപോകും, കോൺഗ്രസ് എന്നെ എടുത്തുകൊണ്ട് പോകും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി.വി. എൻവർ വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ കളി മാറി. ഒന്നാമത് സ്വരാജാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാരെ കയ്യിൽ നിന്ന് പോയി. കാരണം വെച്ചാൽ LDF ഒരു സ്വരാജ് പോലത്തെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വോട്ട് ചോരില്ല. ഒന്നാമത്തത് LDF വോട്ട് ചോര ഭയങ്കര പാടാണ്. അതൊരു എന്താ പറയുക, കോൺക്രീറ്റ് ഇട്ട പോലെ അവിടെ കിടക്കും. അപ്പോൾ പി.വി. എൻവർ പിടിക്കുന്ന വോട്ടുകൾ മിക്കപ്പോഴും UDF ആവാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ടൈം വെച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ 2 പ്രാവശ്യം പിണറായി സർക്കാർ വന്ന സ്ഥിതിക്ക് ഒരു ഭരണവിരുദ്ധ ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. നോർമലി ഇപ്പോൾ ഗവൺമെൻറ് പോകുന്നത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാണെങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കിയിട്ട് ആരെയും അധികകാലം അങ്ങനെ വാഴിക്കുന്നൊരു ടൈപ്പ് അല്ല. അത് തന്നെയാണ് കുറച്ചും കൂടി ഉത്തമം. ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് സത്യത്തിൽ. ഒരു നിയമസഭയിൽ LDF വരണം, അത് കഴിഞ്ഞ് പിന്നെ UDF വരണം, പിന്നെ LDF വരണം, UDF വരണം. അപ്പോഴേ നമുക്ക് പ്രതിപക്ഷത്തിലിരുന്ന ആൾക്കാർ ഓരോ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതൊരു മോണോപ്പൊളി പോലെ, ഒരു കുത്തക പോലെ അങ്ങോട്ട് മാറിപ്പോവും. സോ ഈ 2 പ്രാവശ്യം വന്ന സ്ഥിതിക്ക് അടുത്ത തവണ ഈ ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഷേധം ഉണ്ടാവാം. പക്ഷേ നമ്മൾ അടുത്ത നിയമസഭയിൽ LDF സർക്കാർ വരാൻ തന്നെ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ വളരെ വളരെ പരിതാപകരമാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ളൊരു ലെവലിലേക്ക് ഒരു പ്രതിഷേധം ഉണ്ടാക്കാനും ഒരു പ്രശ്നം അതിനെ ഉന്നയിച്ച് അത് ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കാനോ ഒരു ഇളക്കം ഉണ്ടാക്കാനൊന്നും കോൺഗ്രസ് സത്യം പറഞ്ഞാൽ പറ്റണില്ല. അതൊരു വലിയ പരാജയം തന്നെയാണ്. നേരെ മറിച്ച് ഇപ്പോൾ കണ്ടോ നിങ്ങൾ റോട്ടിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും കണ്ടോ ഒരു സമരങ്ങളോ കാര്യങ്ങളൊക്കെ കുറവാണ്. നേരെ മറിച്ച് CPM ആണ് പ്രതിപക്ഷത്തിരിക്കുന്നെങ്കിൽ എടുത്തതിനും പിടിച്ചതിനും ഭയങ്കര പ്രതിഷേധങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ പ്രമേയം കൊണ്ടല്ലോ, അങ്ങനത്തെ പല പല പരിപാടികളുണ്ടാവും. പക്ഷേ കോൺഗ്രസ് VD സതീഷിനൊക്കെ അത് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ല. ഓക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളെ വിഷയം നാളത്തെ ഇലക്ഷനാണ്. സത്യത്തിൽ സ്വരാജ് വന്നപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു 50-50 ചാൻസായി മാറി. കാരണം വെച്ചാൽ പി.വി. എൻവർ പിടിക്കാൻ പോകുന്ന വോട്ടാണ് എല്ലാവരെയും ട്രംപ് കാർഡ്. പി.വി. എൻവർ LDF വോട്ട് പിടിച്ചാൽ UDF ജയിക്കും, UDF വോട്ട് പിടിച്ചാൽ LDF ജയിക്കും. അങ്ങനത്തെ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ സ്വരാജ് വന്നപ്പോൾ CPM സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ അടിത്തറയിലുള്ള വോട്ട് ഒരു കാരണവശാലും പോവില്ല. സോ അത് ഒരു കോൺക്രീറ്റ് ഇട്ട പോലെ അവിടെ കിടക്കും. പിന്നെ പി.വി. എൻവർ പിടിക്കുക UDF വോട്ട്. അത് UDF വോട്ട് ആക്ച്വലി ഇപ്രാവശ്യം മുസ്ലിം ലീഗും എല്ലാ ടീമും UDF ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായി മാറിയിരിക്കും നിലമ്പൂരത്തെ ഇലക്ഷൻ UDF. കാരണം വെച്ചാൽ മുസ്ലിം ലീഗും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു ജയിക്കാനായിട്ട്. കാരണം വെച്ചാൽ മുസ്ലിം ലീഗുകാർ പുറത്തിരിക്കാന്ന് പറഞ്ഞിട്ട് 2 നിയമസഭ ജയിച്ച് കയറിയിട്ട് മുസ്ലിം ലീഗുകാർ പുറത്തിരിക്കുകയാണ്. സോ അവർക്കത് എന്തായാലും ഈ പ്രാവശ്യം വോട്ട് പിടിച്ചില്ലെങ്കിൽ ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ അവർക്കിത് ജയിച്ചേ പറ്റുള്ളൂ. ഇനി അടുത്ത മന്ത്രിസഭയിൽ അവർക്കൊരു സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ. സോ അത് കാരണം മുസ്ലിം ലീഗിന് ഇനി പുറത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സെമി ഫൈനൽ പോലെയാണ് ഈ നിലമ്പൂരത്തെ ഇലക്ഷൻ. സോ ഈ നിലമ്പൂരത്തെ ഇലക്ഷൻ ജയിക്കുന്ന വെച്ച് നോക്കിയിട്ടായിരിക്കും ഇനി അടുത്ത നിയമസഭയിൽ
ഈ ഇവർക്ക് ഇത് ജയിച്ചാലാണ് ഇവർക്ക് ജനങ്ങൾക്കെടുത്ത് ഇത് ഭരണവിരുദ്ധ ത്തിൻ്റെ കാരണം കൊണ്ട് വോട്ട് ചെയ്താണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇനി കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഇത് ജയിക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടും. സോ ഇനി വരാൻ പോകുന്ന ഈ ബി ജെ പിക്കാരനെ ഇനി ഈ വോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് എവിടേക്കാ മാറ്റിക്കുത്താന്ന് പറയാൻ പറ്റില്ല. ഒരു ഷൗക്കത്ത് പോലൊരു സ്ഥാനാർത്ഥിക്ക് ബി ജെ പി വോട്ട് ചെയ്യുമോ എന്നുള്ളതും ക്വസ്റ്റ്യനാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇവർ ആജന്മ ശത്രുക്കളായതുകൊണ്ടും പ്രശ്നമാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം 8,000 വോട്ടും അതിന് മുമ്പത്തെ പ്രാവശ്യം 12,000 മറ്റേ ഇങ്ങനെ വെള്ളാപ്പള്ളിയുടെ പാർട്ടി കൂടി ഉണ്ടായിരുന്നപ്പോഴും 12,000ഓളം വോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 8,000 വോട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ 8,000 വോട്ട് എന്തായാലും ബി ജെ പി കിട്ടാൻ വേണ്ടി ബി ജെ പിക്കാർ ചെയ്യില്ല. ബി ജെ പി എങ്ങനെയായാലും മാറ്റി കുത്തും. പക്ഷെ അതും ഡൗട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ഇടാൻ ചെയ്യും. ഇതും ഷൗക്കത്ത് പോലൊരു സ്ഥാനത്തേക്ക് ബി ജെ പി കുത്താൻ ചാൻസ് ഇല്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ബി ജെ പി കുത്തിയേനെ. ഈ എൽ ഡി എഫ് ആണെങ്കിൽ ഒരു ആജന്മ ശത്രുക്കളാണ്, അതുകൊണ്ട് എന്തായാലും കുത്തൂല്ല. പിന്നെ പി വി എൻവറിൻ്റെ വോട്ട് ആര് പിടിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ ഈ എൽ ഡി എഫ് ആർ ഒരു എന്താ പറയുക, ഒരു എക്സിറ്റ് പോൾ പോലെ ഒരു അവരുടെ പാർട്ടി വോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് 1,630 വോട്ടിന് ജയിക്കും സ്വരാജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇതിലും ഒരു വലിയ ഭൂരിപക്ഷം ഇല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ കണക്കെടുപ്പായ കാരണം കോൺഗ്രസ്സുകാർ പോലെ വെറുതെ വൈട്ടലക്കലല്ല. കൃത്യമായിട്ട് ഓരോ ബൂത്തുകളിൽ അവർക്ക് കൺഫേം ആയ വോട്ടുകൾ കാര്യം മാത്രമേ പറയുള്ളൂ. പക്ഷെ അപ്പോഴും അവരവിടെ പറഞ്ഞിരിക്കുന്ന പി വി എൻവറിന് 5,000 സംതിങ് വോട്ടേ കിട്ടുള്ളൂ എന്നാണ്. ആ കാര്യമാണ് ഇതിൻ്റെ ട്രംപ് കാർഡ്. പി വി എൻവർ വോട്ട് പിടിച്ചാൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ ഐഡിയാസും കണക്കൂട്ടലൊക്കെ തെറ്റും. അത് 2 കാരണം കൊണ്ടായാലും പി വി എൻവറിന് 5,000 വോട്ടേ കിട്ടുള്ളെങ്കിലാണ് ഈ 1,630 വോട്ട് കിട്ടുന്നത്. പി വി എൻവർ കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് ചോരുകയും ചെയ്യും. കോൺഗ്രസ്സുകാർക്കും ലീഡാവണമല്ലോ. കോൺഗ്രസ്സുകാർക്ക് ലീഡാവുകയും ചെയ്യും, അവർക്ക് സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് പി വി എൻവർ ഒരു വലിയ ഘടകമാണ് ഇതിൽ. സത്യത്തിൽ പി വി എൻവർ നിൽക്കുന്നത് നല്ലതുമാണ് പൊട്ടയാണ് സി പി എമ്മാർക്കും കോൺഗ്രസ്സുകാർ. അതാണ് ആരും ഒന്നും പറയാത്തത്. ഇയാൾ നിൽക്കുന്നത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് വളരെ എന്താ പറയുക, നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ള പരിപാടിയാണ്. അത് നാളെ നമുക്ക് റിസൾട്ട് എണ്ണി തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞത് സ്വരാജ് ജയിക്കുന്നതാണ്. കാരണം വെച്ചാൽ കുറേ യൂത്ത് ആൾക്കാരും സ്ത്രീകളും എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിൽ വന്നിട്ടുണ്ട്. സ്വരാജ് ഒരു എന്താ പറയുക, നിലപാടുകൾ രാജകുമാരാണെന്നുള്ളതും റീൽസുകളിലെ ആളുടെ സംസാരം ചടുലതയോടുള്ള ഒരു എന്താ പറയുക, ഒരു പക്വതയോടുള്ള സംസാരം, ഇങ്ങനെ മുത്തുപൊഴിനോടാണ് പുള്ളി സംസാരിക്കുക. ആൾക്ക് അങ്ങനെ വാക്കുകൾക്ക് വേണ്ടിയിട്ടോ വാചകങ്ങൾക്ക് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പട്ട എന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് ചെറുപ്പക്കാർ പിള്ളേർക്കിടയിൽ സ്വരാജ് എന്നുള്ളൊരു ലെവല് അവർക്ക് ഒരു ഇമ്പാക്റ്റ് സ്വരാജിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ നിയമസഭയിൽ ഈ തോറ്റുപോയത് കൊണ്ട് സി പി എമ്മാർ ഇത് എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനുള്ള സകല പണിയെടുക്കും. ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് ഈ കൊട്ടിക്കലാശത്തിന് കണ്ടതുമാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ കണക്കൂട്ടി വരുമ്പോൾ സ്വരാജ് ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഷൗക്കത്തിനെ പോലുള്ളൊരു എന്താ പറയുക, ഒരു പൈതൃകവും അവിടുത്തെ ഒരു ബേസും പിന്നെ മുമ്പത്തെ ഇത് കൺഫേം ആയിട്ട് യു ഡി എഫിൻ്റെ മണ്ഡലമായിരുന്നതുകൊണ്ടും ആ ബേസ് അവർക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ സ്വരാജ് ജയിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ. ചെറിയ ആൾക്കാർ, പുതിയ വോട്ടർമാർ കൂടുതലും സ്വരാജിനാണ്, സ്ത്രീകൾ സപ്പോർട്ട് സ്വരാജിനാണ്. കാണുമ്പോൾ നമ്മളൊരു വിലയിരുത്തുമ്പോൾ സ്വരാജിനാണ്. അതുപോലെ സ്വരാജ് നിയമസഭയിൽ വരണം എന്നുള്ളത് എല്ലാവർക്കും ഒരു അവരവരെ പാർട്ടികളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരൊരു ഇന്നർ അടിത്തട്ടിൽ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാവണം, അയാൾ നിയമസഭയിൽ ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അത് പഴയ ഓപ്പോസിറ്റുള്ള കോൺഗ്രസ്സുകാരൊക്കെ പണ്ട് എ കെ ജിനെ പറ്റി പറയുമായിരുന്നു. എ കെ ജി പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും ഹാജരായിരിക്കണം, എല്ലാവരും ഉണ്ടായിരിക്കണം. അത്രയും ബഹുമാനമായിരുന്നു ആളുടെ അടുത്ത്. ആൾ സംസാരിക്കേണ്ട രീതി, ആൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ശൈലി എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഈ ഒരു 5-8 മാസത്തിന് വേണ്ടിയിട്ട് ഷൗക്കത്ത് വന്നാൽ പ്രതിപക്ഷത്ത് വെറുതെ ഇരിക്കാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഭരണപക്ഷത്തിലിരിക്കുന്ന സ്വരാജിൻ്റെ പാർട്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആലോചിക്കും പി വി എൻവർ അവിടെ ഉണ്ടായിരുന്ന ആളല്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല. പി വി എൻവർ ഉണ്ടായിരുന്ന പോലെയല്ല സ്വരാജ് വരുന്നത്. പി വി എൻവർ ഒന്നാമത്തത് ഈ പ്രശ്നങ്ങൾ ഉണ്ട്, അവരും
പിണറായി തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വരാജ് എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ CPIM-ൻ്റെ പേരിൽ ഒരാൾ ജയിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന മുസ്ലിം ലീഗും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെയാണ് ജയിച്ചിരുന്നത്. CPM-ൻ്റെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, അതും നിലമ്പൂരുകാരനായ സ്വരാജ് അവിടെ ജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വരാജിൻ്റെ കോട്ടയാക്കി മാറ്റിയെടുക്കും CPM അത്. പിന്നെ ഒരിക്കലും നിലമ്പൂർ വിട്ടിട്ട് സ്വരാജിന് പോവാത്ത രീതിയിൽ മൊത്തത്തിൽ അത് നിന്ന് കൊടുക്കും. അപ്പം അതുതന്നെയായിരിക്കും CPM-ൻ്റെ ലക്ഷ്യവും. ഒരു 60% സ്വരാജ് ജയിക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ബാക്കി 40% ഷൗക്കത്തിന്. എല്ലാവരുടെയും ഒരു മുൻതൂക്കം ഷൗക്കത്തിനാണെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് സ്വരാജ് ജയിക്കുന്നതിനാണ്. അതായത് പുതിയ ന്യൂ വോട്ടേഴ്സിനെയും പിന്നെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടേഴ്സും മൊത്തം സ്വരാജിലേക്ക് പോവും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്.